ഇന്ന് നമുക്കൊരു സിമ്പിൾ ജേർണലിങ് ചെയ്താലോ? ഉറങ്ങാൻ കിടന്നിട്ട് എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല. അപ്പം എന്നാൽ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഈ ഒരു ഇൻസ്പയർ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാം. ഈ ഒരു റെഫറൻസ് എടുത്തത് ഞാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇത് റൂം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു പേജിൻ്റെ ഒരു ഷേപ്പിലായിട്ട്. അപ്പോൾ അത് ആദ്യം ഗമ്മ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എക്സാക്റ്റ് അതുപോലെ ഒന്നും വന്നില്ല, എനിക്കത് കണ്ടപ്പോൾ കുറച്ച് ഇഷ്ടമായി. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചെറിയ പീസ് എല്ലാം ഞാൻ ജസ്റ്റ് ആ റെഫറൻസിൽ കണ്ട പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് റോയിൽ 4 പീസ്, സെക്കൻഡ് റോയിൽ 3rd പീസ്, അങ്ങനെ കുറഞ്ഞു വരുന്ന രീതിക്കാണ് ചെയ്തേട്ടാ. പക്ഷേ ആ ഇൻസ്പൂൾ എന്ന് പറയുമ്പോൾ കറക്റ്റ് പേപ്പർ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്, അതായത് എക്സാക്ട് മെഷർമെന്റ് ആയിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് കീറിയതിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2-3 ബട്ടർഫ്ലൈ കട്ട് ചെയ്തിട്ട് അതുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ജസ്റ്റ് വെക്കുന്നുള്ളൂ, കൂടുതലായിക്കണോ. എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാത്രം ചെയ്തിട്ട് എവിടെയോ എന്തോ ഒരു കുറവ് പോലെ തോന്നി. എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രൈഡ് ബേബി ഫ്ലവർ ഉണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ വാഷി ടേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വാഷി ടേപ്പ് ഇല്ലാണ്ട് ചുമ്മാ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ അത്ര ഒരു ഫിനിഷിങ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ആ ബാലൻസ് ഉണ്ടായിരുന്ന ഷീറ്റ് തന്നെ വാഷി ടേപ്പിൻ്റെ പോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കഥ എഴുതാൻ പോണേട്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്നാ എഴുതുന്നതെന്ന്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എന്താ തോന്നുന്നത് അങ്ങനെ തന്നെ എഴുതി വെക്കാം. ഗ്രാമറോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് മലയാളത്തിലായാലും ചെയ്യാം. എനിക്ക് ആ സമയത്ത് എന്താ ഫീൽ ചെയ്യണം അതായിരിക്കും ഞാൻ എഴുതി വെക്കുന്നത് കേട്ടോ. ഞാൻ കൂടുതൽ ജേർണലിങ് ചെയ്യാറുള്ളത് ഭയങ്കരമായിട്ട് സങ്കടം വന്നിരിക്കുമ്പോഴാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ജസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ.